ഹലോ എവ്രി വൺ. ആകാശം എന്ന റൊമാൻറ്റിക് ലവ് സ്റ്റോറിയുടെ 28ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. ആ വലിയ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ കയറ്റി വച്ച് കിരണും അനുപമയും മുകളിലത്തെ വലിയ പ്രോഗ്രാം ഹാളിലേക്ക് കയറി ചെന്നു. പാർട്ടി ഹാളിലേക്ക് കയറി വന്ന അവരെ കണ്ടതും റംസാനും ക്രിസ്റ്റിയുമെല്ലാം വന്ന് സ്വീകരിച്ചു. കൂടി നിന്നവരെല്ലാം കിരണിൻ്റെ വിവാഹം കഴിഞ്ഞുവോ എന്ന് പോലും സംശയിച്ചു. പിന്നീടാണ് അനുപമ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്. ഓഹോ, ഇവള് ഫോട്ടോഗ്രാഫർ ആയിരുന്നോ? ഞാൻ കരുതിയത് കിരണിൻ്റെ വിവാഹം കഴിഞ്ഞെന്നാ പലരും അടക്കം പറഞ്ഞു. റംസാൻ മിശ്ര ഏറെ നേരമായി അനുപമയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മഞ്ഞുകണം പോലൊരു പെൺകുട്ടി, സുന്ദരി. അവൾ റംസാൻ്റെ അരികിലേക്ക് ചെന്നു. സർ, സാറിൻ്റെ ബർത്ത്ഡേ അല്ലേ? ഗസ്റ്റിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് സാറിൻ്റെ മാത്രം കുറച്ച് ഫോട്ടോസ് എടുത്തൂടെ? അവളുടെ ചോദ്യം കേട്ടതും റംസാൻ ഉടൻ തന്നെ സമ്മതം മൂളി. ശേഷം കുറച്ചു സമയത്തെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം കിരൺ അനുപമയെയും ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. സമയം പതിയെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഗ്ലാസ്സിലേക്ക് അല്പം വിസ്കി ഒഴിച്ച് റംസാൻ പതിയെ അനുപമയ്ക്കരികിലേക്ക് വന്നു. ഹായ് അനുപമ, തിരക്ക് അല്പം കുറഞ്ഞില്ലേ? വരൂ, നമുക്ക് ഒരുമിച്ചൊരു ഡ്രിങ്ക് കഴിക്കാം. അവൻ ആ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. നോ സാർ, ഇതെനിക്ക് വേണ്ട. അവൾ ടേബിളിൽ നിന്നും ഒരു മാംഗോ ജ്യൂസ് എടുത്ത് ചുണ്ടോട് ചേർത്തു. റംസാനുമൊത്ത് അവൾ അല്പസമയം സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിലായി റംസാൻ്റെ കൈ തട്ടി അബദ്ധത്തിൽ അവളുടെ ഡ്രസ്സിൽ അല്പം ജ്യൂസ് വീണു. അനുപമയുടെ പുതിയ ഡ്രസ്സിലാകെ ജ്യൂസ് പടർന്നു. സോറി അനുപമ. അവൻ ടിഷ്യൂ പേപ്പർ എടുത്ത് അവളുടെ ദേഹത്ത് തുടയ്ക്കാൻ തുടങ്ങി. നോ റംസാൻ, വേണ്ട. ഇതിങ്ങനെ തുടച്ചാൽ പോവത്തില്ല. സാരമില്ല, ഞാൻ കഴുകിയിട്ട് വരാം. അവൾ ഹാളിലെ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. ലേഡീസിനും ജെൻസിനും വേറെ വേറെയായുള്ള ബാത്റൂമിൻ്റെ ബോർഡ് കണ്ട് അനുപമ ലേഡീസ് വാഷ്റൂമിലേക്ക് കയറിപ്പോയി. അവളെ ശ്രദ്ധിച്ചുകൊണ്ട് പിന്നാലെ തന്നെ നിന്നിരുന്ന റംസാൻ ഒരു കള്ളനോട്ടവുമായി അവൾക്ക് പിന്നാലെ ചെന്നു. അവൾ ബാത്റൂമിൽ ഷോൾ അഴിച്ചു വെച്ച് ദേഹത്തും ഡ്രസ്സിലും പറ്റിപ്പിടിച്ച ജ്യൂസെല്ലാം വെള്ളം നനച്ച് തുടച്ചെടുത്തുകൊണ്ടിരുന്നു. ആരും കാണാതെ അവൾക്ക് പിന്നിലായി വന്ന റംസാൻ മിശ്ര വാതിലിനു മറവിൽ നിന്നും അവളെ നോക്കി. അകത്ത് അനുപമ മാത്രമേ ഉള്ളുവെന്ന് ഉറപ്പുവരുത്തിയ അവൻ വാതിൽ ചാരി വച്ച് പതുക്കെ അകത്തേക്ക് കയറി. ഏയ്, സാറെന്താ ലേഡീസിൻ്റെ ബാത്റൂമിലേക്ക് വന്നത്? ജെൻസിൻ്റെ ടോയ്ലറ്റ് അപ്പുറത്താണ്. അവളുടെ വാക്കുകൾ കേട്ട് അയാൾ ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചു. നീ ഇത്രയും പാവാണെന്ന് ഞാൻ അറിഞ്ഞില്ല അനുപമ. ഒരു കൊച്ചുകുട്ടിയെപ്പോലുള്ള നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടത്. അവൻ അവൾക്കരികിലേക്ക് നടന്നെടുത്തു. അനുപമയ്ക്ക് അപകടം പറ്റിയെന്നത് മനസ്സിലായി. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിന് മുൻപായി റംസാൻ അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു. അവൾ കുതറിമാറാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ കയ്യിലെ പിടുത്തം മുറുകി വരികയാണ് ചെയ്തത്. അവളെ അവൻ ദേഹത്തേക്ക് അടുപ്പിച്ചു കഴിഞ്ഞിരുന്നു. പ്ലീസ് എന്നെ വിട്. അവൾ കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ബലിഷ്ഠമായ ആ കൈകൾക്കുള്ളിൽ നിന്നും മാറാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ അപ്രതീക്ഷിതമായി റംസാൻ അനുപമയ്ക്കടുത്തു നിന്നും തെറിച്ചു ദൂരേക്ക് വീണത് പെട്ടെന്നായിരുന്നു. എന്താണവിടെ സംഭവിച്ചതെന്ന് അവനോ അനുപമയ്ക്കോ മനസ്സിലായില്ല. അവൾ എഴുന്നേറ്റ് പതിയെ ചുറ്റും നോക്കി. അവർക്ക് പിന്നിലായി നിൽക്കുന്ന കിരണിനെ കണ്ടതും അനുപമ ആശ്വാസത്തോടെ അവനരികിലേക്ക് ഓടിച്ചെന്നു. സാർ. കിരൺ അവളെ തൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. റംസാൻ, ഇതിനു വേണ്ടിയാണോ നീ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത്? റംസാൻ ദേഷ്യത്തോടെ കിരണിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. എന്താണ് കിരൺ, താൻ ഇത്രയ്ക്ക് ചൂടാവുന്നത് എന്തിനാ? തനിക്ക് ഇത്രയ്ക്ക് ദേഷ്യം വരാൻ ഇവൾ തൻ്റെ പെങ്ങളൊന്നും അല്ലല്ലോ. ഇല്ലെങ്കിലും ഒരു സ്റ്റാഫിന് ഇത്രയും പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല കിരൺ. റംസാൻ കിരണിനോടായി ശബ്ദമുയർത്തി സംസാരിച്ചു. കിരണിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പെണ്ണെന്ന വർഗത്തിന് മുഴുവനും നീ ആ കണ്ണുകൊണ്ട് കാണണ്ട റംസാൻ. എൻ്റെ വീട്ടിലെനിക്ക് അമ്മയും പെങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഇതിനു മുൻപിൽ കണ്ണടയ്ക്കാൻ എനിക്കാവില്ല. അത്രയും പറഞ്ഞ് കിരൺ അനുപമയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. പ്രോഗ്രാം ഹാളിൽ കിരൺ ക്രിസ്റ്റിയുടെ അടുത്തേക്കെത്തി. ക്രിസ്റ്റി, എനിക്കല്പം തിരക്കുണ്ട്. തൽക്കാലം ഇപ്പം ഞാൻ ഇറങ്ങാണ്. റംസാനോട് നീ പറഞ്ഞാൽ മതി ഞാൻ പോയെന്ന്. എടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം എഡിറ്റ് ചെയ്ത ശേഷം ഞാൻ അവന് അയച്ചു കൊടുത്തോളാം. കിരണിൻ്റെ വാക്കുകൾ അത്ര നല്ലതല്ലെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി.
ഇവിടെ അരുതാത്തതെന്തോ സംഭവിച്ചോ എന്ന് അവന് സംശയം തോന്നി. എന്താണ് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി അവൻ റംസാൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. ആകാശം. കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.